കേൾക്കട്ടെ നോക്കി ഓഫ് ചെയ്തോയേ. ഓക്കെ, ഞാൻ കുറച്ചൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു, എന്നാലും കുറേ ഉണ്ട് ഇതിനകത്ത് വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. കുറച്ചുണ്ട്, കുറേയേറെ ഞാനിവിടെ ചെയ്യാനുണ്ട്. പില്ലറൊക്കെ വരച്ചിട്ടുണ്ട്. കുറേയൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. നമുക്ക് ടേബിളിലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇനി ഇവിടുത്തെ ഗോൾഡൊക്കെയാണ് കേട്ടോ ടേബിൾ ക്ലോത്തിൽ. കുറച്ച് പേരൊക്കെ എനിക്ക് പിക്ചർ പേഴ്സണലി അയച്ചു തന്നു, ഗ്രൂപ്പിൽ കൂടെ അങ്ങ് അയക്കുക കേട്ടോ. നല്ല രസമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പറ്റുന്നിടത്തോളം എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇതിനകത്ത് നമുക്കിനി ക്രൈസ്റ്റിൻ്റെ കൈ കുറച്ച് വ്യത്യസ്തപ്പെടുത്തിയാണ് കൊടുത്തത്. മറ്റേതെനിക്ക് ആ ഒരു പൊസിഷനിൽ അത് കിട്ടുന്നില്ല. അപ്പം പിന്നെ ഞാൻ ഈ രീതിയിലോട്ടങ്ങ് ആക്കി. ഇപ്പം ഞാൻ വൈറ്റ് വെച്ചത് കാരണം കുറേ പ്രാവശ്യം ചെയ്തതിൻ്റെ പുറത്താണ് റീപെയിൻറ്റ് ചെയ്താണ് ചെയ്തത്. അപ്പോൾ അതൊന്ന് റെഡ് ഔട്ട്ലൈൻ ഇട്ടിരുന്നതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ഞെക്കിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് വൈറ്റ് കളർ എടുത്തിട്ട് നമ്മളിത് ഇവിടുത്തെ ഫ്ലെയിം കേട്ടോ, ഫ്ലെയിമിൽ നമ്മൾ ശരിക്കും ലൈൻസ് പോലെയാണ് കൊടുക്കേണ്ടത്. നമുക്കൊരു പ്രകാശം വരുന്നതായിട്ട്. അപ്പോൾ നമ്മളത് ഒരു യെല്ലോ ഓക്കർ വെച്ചിട്ടാണ് ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നമ്മളിത് ഇങ്ങനെ ചെറിയൊരു വൈറ്റ് വെച്ച് ചെറിയ ലൈൻസുകൾ കേട്ടോ ആദ്യം നടുക്കുന്നതാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ചെയ്യാം. നമുക്കിതൊരു വൈറ്റിഷ് കളർ തന്നെയാണ്, ഒരു ചെറിയ യെല്ലോ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലിയറാക്കി എടുക്കാൻ നമ്മൾ ഒറ്റ കോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശരിയാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് വൈറ്റ് കൂടെ വെച്ച് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഓരോ ഭാഗങ്ങളായിട്ട് നമ്മളത് ക്ലിയറാക്കി പോവുകയാണ് കേട്ടോ. ചെറിയൊരു ലൈൻ കേട്ടോ, ഒരു ഡാഷ് ഇടൂല്ലേ, ഡാഷ് ഇടം പോലെ നമുക്ക് ബിന്ദുജ ഒന്നും രേഖീയം എന്ന രണ്ട് താളങ്ങളാണ് ചുവർച്ചിത്രകലയിലുള്ളത്. ബിന്ദുജ താളത്തിലാണ് കൂടുതൽ ചിത്രങ്ങൾ കാണുന്നത്. കുത്തുകൾ കൊണ്ട് നിറഞ്ഞ ചിത്രങ്ങളെയാണ് ചുവർച്ചിത്രങ്ങളിൽ കൂടുതൽ കാണുന്നത്. പിന്നെ രണ്ടാമത് വരുന്നൊരു താളമാണ്, രണ്ടാമത് വരുന്നൊരു ടെക്നിക്സാണ് ലൈൻസ് ടെക്നിക്സ്. കുറച്ചുകൂടി ഈസി എന്ന് പറയുന്ന ലൈൻസാണ്, പക്ഷെ കാണാൻ കൂടുതൽ ഭംഗി കുത്തുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് താളങ്ങളിലാണ് ചിത്രങ്ങൾ വരയ്ക്കാറുള്ളത് അല്ലെങ്കിൽ എഴുതാറുള്ളതെന്ന് പറയുന്നത് കേട്ടോ. അതിൽ സെക്കൻഡാണ്, അത് നമ്മളൊരു ഡാഷ് ഇടുന്ന ലെവലിലാണ്. എല്ലാം ഒരേ ലെവലിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഒരേ ലെവലിൽ ചെയ്തെടുക്കണം. അതിൻ്റെ ലൈറ്റും ഡാർക്കും ആയിട്ട് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അപ്പോൾ ഒരു പ്രകാശം വന്നൊരു ഫീൽ ഇതിനകത്തോട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു യെല്ലോ ഇതിൽ കൊടുത്ത് നമുക്കിതിലേക്ക് ലെമൺ യെല്ലോ കൊടുക്കണം. ലെമൺ യെല്ലോയും വൈറ്റും കൂടെ കൊടുക്കണം. നമുക്ക് രണ്ടാമത് ക്രൈസ്റ്റിൻ്റെ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇത് ചെറിയൊരു ലൈൻസ് പോലെയാണ്, മനസ്സിലാവുന്നുണ്ടോ? അത് ഫുൾ മഞ്ഞയും വൈറ്റ് ഇടാണോ അതോ ഉള്ളിലെല്ലാം കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് സൈഡിലോട്ട് കൊടുക്കും. സൈഡിൽ യെല്ലോ കാണാം കണ്ടോ? ഓക്കെ ഓക്കെ. അപ്പം പിടിച്ച മാതിരി വെച്ചേക്കാണോ ജീസസിന്റെ കൈ? ഇത് ഒരു എന്താണ് അപ്പം പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അയ്യോ, ഞാൻ മറ്റോണാണല്ലോ വരച്ചത്.
ഞാൻ വിരല് മാതിരിയാണല്ലോ വരച്ചത്. കുഴപ്പമില്ല, അത് എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മൾ അകത്തുള്ള ഷെയ്ഡ്സ് കൊടുക്കുന്നില്ലേ, ഓക്കെ. ഞാൻ അതങ്ങനെ കൊടുത്തിട്ട് എനിക്ക് കൈ വളഞ്ഞ് വരുന്നതിന് അത്രയും ആ ഒരു ഇവിടെ നീ കൊടുത്തത് കൊണ്ട് ആ ഒരു പൊസിഷൻ ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയത്. പിന്നെ ഞാനിത് ഈ ഒരു ഇതിലോട്ട് ആക്കിയതാണ്. ഓക്കെ. നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ചേഞ്ചസ് അതിനകത്ത് നമുക്കിതിനകത്തൊരു ജീനാന്നുള്ള ചേച്ചിയുടെ ഇതിൽ ചേച്ചിക്ക് താഴെ വെക്കുന്നത് മതി. ഇതിനിപ്പോൾ ഞാൻ അങ്ങനത്തെ ഡ്രോയിങ്ങാണ് ആക്കി കൊടുത്തത്, ടേബിളിൽ വെക്കുന്നതായിട്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് കൈയുടെ പൊസിഷൻസ് മാറ്റി കൊടുക്കാം കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. ഏതായാലും നമുക്ക് അതിൻ്റെ ഒരു ഭംഗിക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. അത് ഇന്നത് വേണമെന്നൊന്നുമില്ല. ഇതിൽ നമ്മൾ ക്രോമല്ലോ കേട്ടോ, ക്രോമല്ലോ അതോ ക്രൈസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് കേട്ടോ, വൈറ്റാണ് ഡ്രസ്സ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്രൈസ്റ്റിൻ്റെയാണ് നിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് കഴുത്തിൻ്റെ നെക്കിൻ്റെ ആ ഒരു ഭാഗം മാത്രം ക്രോമല്ലോ കേട്ടോ, ക്രോമല്ലോ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കണ്ണിനകത്ത് ആരെങ്കിലും മ്യൂറൽ റെഡ് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈറ്റ് ആക്കിയിട്ട് ചെയ്യണം. കണ്ണിൻ്റെ കൃഷ്ണമണി ഫുള്ളായിട്ട് യെല്ലോ ആണ് കേട്ടോ. കുറച്ചൊരു പ്രകാശം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണമണിക്ക് ഒരു യെല്ലോ കേട്ടോ. കൃഷ്ണമണി ക്രോമല്ലോ ആണ് എടുത്തിട്ടുണ്ട്. മീഡിയം യെല്ലോ അല്ലെങ്കിൽ ക്രോമല്ലോ അല്ലേ, ക്രോമല്ലോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. He's really going through it. It's just when people really give up on their actual life, that's when they reach out to family. നമുക്ക് ക്രൈസ്റ്റിൻ്റെ ഡ്രസ്സിലോട്ട് പോവാം. ഡ്രസ്സ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ, ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ഒന്നി പതല്ലോ ബ്ലൂ അല്ലെങ്കിൽ പ്രഷ്യൻ ബ്ലൂ ആയാലും മതി കേട്ടോ. വൈറ്റുമായിട്ട് മിക്സ് ചെയ്യണം. ഒരു 2-3 ഡ്രോപ്പ് വൈറ്റിന് ഒരു ഹാഫ് ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ ഒക്കെ ആണെങ്കിൽ ഹാഫ് ഡ്രോപ്പ് മതി. പതലിൻ്റെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു ശകലം കളർ ബ്ലൂ എടുത്താൽ മതി. നമുക്ക് കൂടുതലും വൈറ്റിഷ് കളറാണ്, വൈറ്റാണ് കൂടുതൽ വേണ്ടത് കേട്ടോ. കുറച്ചുകൂടി നല്ലത് പതല്ലയാണ് എടുത്തത്. കൊബാൾട്ട് ആയാലും മതി കേട്ടോ. കൂടുതൽ 3 ഡ്രോപ്പ് വൈറ്റിന് ഒരു ഹാഫ് ഡ്രോപ്പ് വരെ നമുക്കത് ആ ഒരു ഇത് മതി കേട്ടോ. ആ ഒരു കളറാണ് നമ്മളിതിൽ കൊടുക്കുന്നത്. അവിടെ മൈക്ക് മ്യൂട്ടല്ല, അതായത് നോക്കി നമ്മൾ ചെയ്യുന്നില്ലേ. This was my mother's biggest thing about having sons is she's afraid they'll come and hit her. മൊബൈലിൻ്റെ ആണോന്ന് അറിയത്തില്ല, മൈക്ക് മ്യൂട്ടല്ല. ഞാൻ ആദ്യം ലൈൻസിലാണ് ഇത് ഏത് പതറിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 3 ഡ്രോപ്പ് വൈറ്റിൻ്റെ കൂടെ ഒരു ഹാഫ് ഡ്രോപ്പ് പതല് എന്നുള്ളൊരളവാണ് കേട്ടോ. ബ്ലൂവിൻ്റെ അളവ് വളരെ കുറച്ചാണ്. ബോബി മാം ഉണ്ടോ? ബോബി മാമിൻ്റെ മൈക്ക് മ്യൂട്ടല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അതുപോലെ നമ്മൾ കൈക്കകത്തും ഒരു ഡ്രസ്സിൻ്റെ പാർട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. കൈ താഴെ വെച്ചിരുന്ന കൈ ആയാലും അകത്തുള്ളൊരു പാർട്ട് ഡ്രസ്സിൻ്റെ ഷോള് കൊണ്ട് കവർ ചെയ്തൊരു ഫീലാണ് നമ്മൾ ബാക്കി കൊടുക്കുന്നത്. കൈയുടെ ആ ഒരു ഭാഗത്തും നമ്മൾ ആ ഒരു ബ്ലൂവിൻ്റെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴത്തെ ഭാഗവും കൂടെ കൊടുത്തു പോകാം ഷോള് കൊണ്ട്. ഒരു മഞ്ഞ വര ഞാൻ കൊടുത്തിരുന്നു.
അവിടെ ഒരു യെല്ലോ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് മായ്ക്കാനായിട്ട് വൈറ്റ് ഇട്ടതാണ് കേട്ടോ. നമ്മൾ ചെറിയൊരു ഔട്ട്ലൈനിങ് ആണ് കൊടുത്തത്. ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രഷിൽ വെള്ളം വെച്ച്, ഭയങ്കരമായിട്ട് നമുക്കതിനകത്ത് കളറ് എടുക്കാനില്ല, ബ്രഷിൽ വെള്ളം വെച്ച് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് അക്രിലിക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങാം. എന്നാലും ഓക്കെ. ഷിജിന, നമ്മൾ ഇതിനകത്ത് ക്രൈസ്റ്റിൻ്റെ ഒരു ഇതാണ്, ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്തൊരു ഷെയ്ഡാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ മാം, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി, ഒരു മീറ്റിംഗ് ഉണ്ട്. ആ, കുഴപ്പമില്ല. നിങ്ങൾ കറക്റ്റ് ലൈൻസ് ഒന്നും തോന്നാത്ത വിധത്തിൽ നമ്മളതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്മജ് ചെയ്തെടുക്കുന്നത് നല്ലതായിരുന്നു കേട്ടോ. നമുക്കൊരു ലൈൻസ് വേണം, പക്ഷേ നമുക്കതൊരു ഓക്കെയാണ്. നമ്മൾ ഓൾറെഡി ക്രൈസ്റ്റിൻ്റെ കാലിലൊക്കെ ഒരു പിങ്ക് കൊടുത്തിട്ടുണ്ട്, കയ്യിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കണ്ണിനകത്തും നമുക്കൊരു പിങ്കിഷാണ്. അപ്പോൾ ക്രിംസൺ റെഡ് വൈറ്റും കൂടെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ക്രിംസൺ റെഡും വൈറ്റും കൂടെ, ക്രിംസണിലേക്കും കുറച്ച് വൈറ്റും. ക്രിംസൺ റെഡും വൈറ്റും ആണോ? നമ്മൾ ഈ കണ്ണിനല്ല, കണ്ണിനകത്തുള്ള ഒരു വൈറ്റ് വരുന്ന ഏരിയ ഉണ്ടല്ലോ, ആ ഭാഗത്തൊരു ഷെയ്ഡ് കൊടുക്കാനാണ് കേട്ടോ. കണ്ണിൻ്റെ നമ്മൾ വൈറ്റ്, ബ്ലാക്കും വൈറ്റും അല്ലേ നമ്മുടെ കണ്ണിൽ വരുന്നത്, ആ വൈറ്റിൽ ഒരു ചെറിയൊരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി കേട്ടോ. നമ്മൾ സാധാരണ കാലിന് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടല്ലോ, അതും ക്രിംസൺ റെഡും വൈറ്റും. ക്രിംസൺ റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഞാൻ അത് തന്നെ വേണ്ട ഈ കൈയുടെ ഉള്ളം കൈയുടെ ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു കളറാണ്. നമ്മൾ ആ ചുണ്ട് ഓൾറെഡി ഞാനൊരു ഇത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് ചുണ്ടിന് നല്ലൊരു ക്രിംസൺ റെഡ് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. എങ്കിലേ നമുക്ക് ആ ചുണ്ട് ചെയ്തെടുക്കാൻ കറക്റ്റ് കളർ കിട്ടത്തുള്ളൂ. ഒരു പിങ്ക് ആക്കി എടുക്കുകയാണ് ചുണ്ട്. അത് വെറും ക്രിംസൺ റെഡ് ആണോ? ക്രിംസൺ റെഡും വൈറ്റ്, പിങ്ക് ആവണമെങ്കിൽ ക്രിംസൺ റെഡും വൈറ്റും കേട്ടോ. ഇല്ല, ചുണ്ട് ക്രിംസൺ റെഡും വൈറ്റും, പിങ്ക് കേട്ടോ. കണ്ണിൻ്റെ ഈ ഒരു വൈറ്റ് ഏരിയ എല്ലാം ഉണങ്ങിയിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്പ്രെഡ് ആവാൻ സാധ്യത. വൈറ്റ് ഏരിയക്ക് ഒരു ഔട്ടറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, പിങ്ക് ആയിട്ട്. നമ്മൾ സാധാരണ മ്യൂറൽ റെഡ് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഏരിയ കവർ ചെയ്യുന്നത്. മ്യൂറൽ റെഡ് കൊണ്ട് ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്, പക്ഷെ നമ്മളിതിൽ ഒരു പിങ്കിഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിങ്ക് ഇട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ണിന്റെ ഏത് ഭാഗം? കണ്ണിന്റെ വൈറ്റ് വരുന്ന ഏരിയ അല്ലേ, വൈറ്റ് വരുന്ന അകത്തുള്ള ഏരിയ, അതുകൊണ്ട് കാലിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാലിൽ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് നമ്മൾ നേരത്തെ എല്ലാവരുടെയും കാലിൽ കൊടുത്തപ്പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാലിൽ കൊടുക്കാത്തവർ കാലിൽ കൊടുന്ന് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ മാം.
ഇനി നമ്മൾ ക്രൈസ്റ്റിൻ്റെ തലമുടിയാണ് ഒന്ന് ക്ലിയർ ആക്കി പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതൊരു പെയിൻറ്റിങ് സ്റ്റൈലാണ് നമ്മൾ ക്രൈസ്റ്റിൻ്റെ തലമുടി ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ബ്രൗൺ എടുക്കണം, കുറച്ച് യെല്ലോ ഓക്കർ, പിന്നെ കുറച്ച് ബ്ലാക്ക് കേട്ടോ. ഈ 3 കളർ നമ്മൾ സാധാരണ ബ്ലാക്ക് ലാസ്റ്റേ യൂസ് ചെയ്തുള്ളൂ. പക്ഷെ ആ ഒരു തലമുടിയുടെ ഒരു ഫീലിങ്സ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ തലമുടിയുടെ നമ്മളിവിടെ ഒരു മ്യൂറൽ ചെയ്ത് വേറെ ആർട്ടിസ്റ്റിൻ്റെ വർക്കാണ് കണ്ടോ. ആ ഒരു ശൈലിയിലാണ് ഞാനത് ഗ്രൂപ്പിലിടാം കേട്ടോ. ഇത് വേറൊരു ആർട്ടിസ്റ്റിനാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് റെഫറൻസ് ആയിട്ട് എടുത്തതേ ഉള്ളൂ കേട്ടോ. തലമുടിയുടെ സ്റ്റൈൽ നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ. ഫേസ് അതല്ല, അത് പക്ക മ്യൂറൽ അല്ലാത്തതുകൊണ്ട് ഫേസ് അതല്ലാത്തതുകൊണ്ട് ഫേസ് നമ്മൾ മ്യൂറൽ ശൈലിയാണ്. പക്ഷേ ആ തലമുടിയുടെയൊക്കെ വന്നിട്ട് ഇതൊരു മ്യൂറൽ ആർട്ടിസ്റ്റിൻ്റെ വർക്കാണ്. ഞാൻ പിന്നെ ക്രൈസ്റ്റൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് കാണാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. നമുക്ക് റിയലിസ്റ്റിക് സ്റ്റൈലാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം, പക്ഷേ മ്യൂറൽ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ. ബ്രൗൺ ക്രോമല്ലോ ആണോ അതോ യെല്ലോ ഓക്കർ, ബ്രൗണ്, കുറച്ച് ബ്ലാക്ക്. കളറുള്ളവർ കൂടെ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് കുറച്ച് ഹെൽപ്പായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ട് അതുപോലെ ഒരു എഫക്റ്റ് വരാതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലേ നമുക്കത് ചോദിക്കാമല്ലോ. ഇത് ക്ലാസ് എടുക്കണമെങ്കിൽ എടുക്കാവേ, പിന്നെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ഭയങ്കര സമയം എടുക്കുന്നത് കേട്ടോ. എല്ലാത്തിനും കുറച്ച് കാണിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങ് എടുക്കുകയല്ലേ. എല്ലാവർക്കും ഉള്ള പ്രശ്നം എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. ഒട്ടും കംപ്ലീറ്റ് അല്ലാത്ത പലതും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പകലൊക്കെ ആണെങ്കിൽ വീടിനകത്ത് ഇത് ഒരു വലിയ ടേബിളുണ്ട്. മറ്റേതൊക്കെ നമുക്ക് കുറച്ച് ചെറുതൊക്കെ ആണെങ്കിൽ റൂമിലിങ്ങനെ കൊണ്ടുവച്ചിട്ട് ചെയ്യാമേ. ഇതൊരു വലിയ ടേബിളിലായിട്ട് ഇത്രയും കളറൊക്കെ പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂട്. മുകളിൽ റൂമില്ലാത്ത ഏരിയയാണ്, ഭയങ്കര ചൂട്, ഇരിക്കാൻ പറ്റത്തില്ല പകലൊന്നും. സ്കെച്ചോ വല്ലതൊക്കെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് ഒരു യെല്ലോ ഓക്കറാണ് കളർ എടുക്കുന്നത് കേട്ടോ. യെല്ലോ ഓക്കർ കളർ എടുത്ത് ക്രൈസ്റ്റിൻ്റെ ചെറിയതുണ്ട് ഈ ഒരു നമ്മളൊരു നടുക്കൊരു വകുപ്പ് പോലെ ഒരു ഭാഗമുണ്ട്. കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്യാൻ ഈ നടുക്കത്തെ ഭാഗം പോയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു 2 സൈഡിൽ നടുക്ക് നമ്മൾ യെല്ലോ ഓക്കർ വെച്ച് തന്നെ ഒന്ന് ചെയ്തിട്ട് ഫോട്ടോ ക്ലിയർ അല്ല. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണോന്നൊന്ന് ചോദിച്ചാൽ എനിക്ക് ഒട്ടും ക്ലിയർ അല്ല. ക്ലിയർ ആണോ? ക്ലിയർ അല്ല, ക്ലിയർ അല്ല. ഒരു മിനിറ്റ്. ഇല്ല, മങ്ങിട്ട് എങ്ങനെയായിരിക്കും മിസ്സേ? ഓക്കെ ഒരു മിനിറ്റ്. നമുക്കിന്ന് വൈഫൈയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ഒരു മിനിറ്റ്. മാം അത് ഓരോ കളർ അടിക്കുമ്പോഴും ഓരോരോ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ അതിലേക്ക് ഇട്ടേക്കോ? ഇപ്പോഴും ഒട്ടും ക്ലിയർ അല്ലേ? ഒട്ടും ക്ലിയർ അല്ല. അല്ല അല്ല, ക്ലിയർ അല്ല. അത് വൈഫൈ കിട്ടുന്നില്ല. അപ്പം ഞാൻ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമോ മോളെ? മിനുട്ടി, പിന്നെ ജീന ചേച്ചി സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ജീന ചേച്ചി ഇത് ക്ലിയർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വരച്ചേരുന്ന് അത് ക്ലിയർ ആവണ സമയത്ത് ക്രൈസ്റ്റിന്റെ തല മുടി ചെയ്താ മതി. അതെ അത് കുറച്ച് നിങ്ങൾ കൂടെ ചെയ്തില്ലെങ്കിൽ പാടാണ് കേട്ടോ. അത് കൂടെ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കി പോയില്ലെങ്കിൽ ഭയങ്കര പാടാണ്.
ടേബിൾ ക്ലോത്തില് 2 ബോർഡറിന്റെ നടുക്കുള്ളോടത്ത് തന്നെ കളർ ഇട്ടത്. യെല്ലോ ഓക്കർ ഇതല്ലേ, ഇത് യെല്ലോ ഓക്കർ കൊടുത്തിട്ട് നമ്മൾ ബ്രൗൺ വെച്ച് ഷെയ്ഡ് കൊടുക്കും. 2 യെല്ലോ ഓക്കറിന്റെ നടുക്കുണ്ടല്ലേ, അത് ഇതേ 2 കളർ മോളിൽ കൊടുത്ത സ്കാർലറ്റ് റെഡ് തന്നെ. സ്കാർലറ്റ് റെഡ് മാത്രം. മിന്നു മിന്നേ മിന്നു എപ്പോഴേ വിളിക്കുന്നു, ഈ ഫോണിൽ നെറ്റ് കിട്ടുന്നില്ല. അതിൽ അത് മാറ്റിട്ട് ഇതേറ്റേ ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടല്ലോ, ഇപ്പൊ ഓക്കെ ആയോ? യെസ് മാം. ഓക്കെ, ശരി ശരി ശരി. ഇതിനകത്ത് നമുക്ക് തലമുടി ഒന്ന് ചെയ്യാം കേട്ടോ. തലമുടിയിലെ ഇതിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ്, അതായത് ഫുള്ള് നമ്മൾ ചെയ്യത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്യാപ്പ് വിട്ടാണ് യെല്ലോ ഓക്കർ ഒന്ന് ചെയ്യുന്നത്. നമ്മൾ ഫുള്ളായിട്ടൊരു ക്രോമല്ലോ അതിനകത്ത് വാഷ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഫസ്റ്റ് ടൈം നമ്മളൊരു ക്രോമല്ലോ ലൈറ്റായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മളിത് കുറച്ച് ഭാഗങ്ങളിൽ, അപ്പോൾ കുറച്ച് ഹൈലൈറ്റ് വരാനുള്ള ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി ഭാഗങ്ങളിൽ നമ്മൾ യെല്ലോ ഓക്കർ ഒന്ന് ഡാർക്കൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഡാർക്കൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താടിയിലും ചെറുതായിട്ടൊന്ന് യെല്ലോ ഓക്കറുടെ ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു യെല്ലോയാണ് നമ്മൾ ഔട്ടർ കൊടുത്തിട്ടുള്ളത്. ഇതിന് നമ്മൾ ഇടയ്ക്കൊന്ന് യെല്ലോ ഓക്കർ വെച്ചൊന്ന് ഡാർക്കൻ ചെയ്യുന്നുണ്ട്. കണ്ട ഒരു ഭാഗത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ നമ്മൾ ബ്രൗൺ അടിക്കുകയാണ് കേട്ടോ, ബ്രൗൺ കളർ എടുക്കുക. നമ്മളിപ്പം ചെയ്തതിൻ്റെ എൻഡിലോട്ട് കേട്ടോ, എൻഡിലോട്ട് ബ്രൗൺ വയ്ക്കുകയാണ്. ഒരിടം നമ്മൾ ചെയ്ത് നിർത്തിയതിൻ്റെ എൻഡിലോട്ട് വയ്ക്കുന്നു. കുറച്ചൊന്ന് വെള്ളം വെച്ച് അതിനെ ഒന്ന് ചെറിയൊരു വര പോലെ ചെറിയ ബ്രഷാണ് എടുക്കേണ്ടത്. 000യുടെ 00യുടെ ബ്രഷാണ് എടുക്കേണ്ടത്. ചെറിയൊരു ബ്രൗണാണ് നമ്മളിവിടെ കൊടുത്തത്. കൊടുക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഒരു നമ്മളിപ്പോൾ ഈ ചെയ്തിരിക്കുന്നതിൻ്റെ എൻഡിലായിട്ട് കേട്ടോ, ചെയ്തിരിക്കുന്നതിൻ്റെ എൻഡിലായിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ വെച്ച് കൊടുത്തു കണ്ടോ. കൊടുത്തിട്ട് നമ്മളിന്ന് ബ്രഷ് വെള്ളത്തിൽ മുക്കി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ലൈൻസുകളായിട്ട് കണ്ടോ, ഇങ്ങോട്ടും ചെറിയ ലൈൻസുകളാക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? യെല്ലോ ഓക്കർ എവിടെയാണോ വയ്ക്കുന്നത് അത് വച്ചിരിക്കുന്ന കളറിൻ്റെ നമുക്കിവിടെ വച്ചിട്ടുണ്ട്. അപ്പം അത് ആ ഒരു ഭാഗത്ത് ഫുള്ളായിട്ടങ്ങ് വരയ്ക്കില്ല. ഫുള്ളായിട്ട് വരച്ചാൽ ഒരു ഷൈനിങ് നഷ്ടപ്പെടും. നമുക്കതിനകത്തൊരു ഗ്ലേസിങ് അല്ലെങ്കിൽ ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവണമെങ്കിൽ ഫുള്ളായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിപ്പോവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ട് കംപ്ലീറ്റ് അല്ലാത്ത വരകൾ പകുതി വരെ വരച്ചിങ്ങനെ നിർത്തുന്ന ഒരു ടെക്നിക്ക്. അപ്പം അതിനൊരു ഷൈനിങ് കുറച്ചുകൂടെ ഒന്ന് ഗ്ലേസിങ് തോന്നുന്ന ഫീലുണ്ട്. അതൊരു പെയിൻറ്റിങ് ടെക്നിക്കാണ്, മ്യൂറൽ ചെയ്യുന്നതല്ല. പക്ഷെ ഇപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും അതിൻ്റെ ഭംഗിയാണ് നോക്കുന്നത്. ബ്രൗൺ എന്ന് പറയുന്നത് ബേൺസിനെ അല്ലേ? ബേൺസിന നമുക്കിതിൽ ചെറുതായിട്ട് ചുരുണ്ട മുടിയാണെങ്കിൽ കുറച്ച് നമുക്ക് ചുരുണ്ടതാണ് കാണിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ എൻഡ് കൊണ്ട് ഈ ബ്രൗൺ കൊണ്ട് തന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് ചുരുണ്ടതായിട്ട് കാണിക്കാൻ പറ്റും കേട്ടോ. മുകളിലോട്ടൊന്നും നമുക്ക് ചുരുണ്ട് കാണിക്കണ്ട, പക്ഷെ നമുക്ക് താഴോട്ട് വരുമ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ചുരുണ്ടതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഭംഗിയാണ്. നമുക്ക്
ചെറിയൊരു റാ പോലെ ഒരു ഉരുണ്ട കേളി പോലെയൊക്കെ നമുക്ക് എൻഡിൽ കൊടുത്തെടുക്കാം കേട്ടോ. നമ്മൾ ആ മുടിയുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ നമുക്ക് താടിയുടെ തുടക്കത്തിൽ കേട്ടോ, താടിയുടെയും തുടക്കം നമുക്ക് സ്കിൻ കളർ കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ട് ഞാൻ വലുതായിട്ട് ഇപ്പം ചെയ്യുന്നില്ല. സ്കിൻ കളർ ചെയ്തതിന് ശേഷം നമുക്ക് താടിയുടെ ഈ ഒരു ഭാഗമൊക്കെ കുറച്ചുകൂടെ ഭംഗിയാക്കാം കേട്ടോ. ബോഡി ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് നമുക്ക് താടിയുടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കളർ ബ്ലാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല, കാരണം ഫേസ് കൂടെ കൊടുത്തിട്ട് കൊടുക്കാം. ബ്ലാക്കിൽ കുറച്ചൊന്ന് വെള്ളം തളിച്ചെടുക്കുന്നു. നമുക്കൊരു സ്കിന്നിൻ്റെ കളറിലോട്ട് പോവാം. യെല്ലോ ഓക്കറും ബേൺസീനയും കൂടെ ചേരുന്നൊരു കളറാണ് കേട്ടോ. യെല്ലോ ഓക്കറും ബേൺസീനയും കൂടെ ഒരു 1:1 എന്ന അളവിൽ യെല്ലോ ഓക്കറും ബേൺസീനയും കൂടെ നമ്മൾ എടുക്കും കേട്ടോ. 1:1 എന്ന അളവിൽ തന്നെ യെല്ലോ ഓക്കറും ബേൺസീനയും കൂടെ നമ്മൾ എടുക്കും. വളരെ ലൈറ്റായിട്ടാണ് കളർ എടുക്കുന്നത്. എടുത്തതിന് ശേഷം നമ്മൾ ഔട്ടർ ഉണ്ടോ, ഞാനിപ്പോൾ ചെറിയ ബ്രഷാണ്. ഔട്ടറിൽ നമ്മളിത് വളരെ ശ്രദ്ധിക്കണം. കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് തന്നെ നിങ്ങളൊന്ന് ചെയ്തോളൂ, ശ്രദ്ധിച്ചോളൂ. ഇത് കൈകൊണ്ട് മറിയാതിരിക്കാനാണ് നെറ്റിയാണ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഔട്ടറിൽ കൊടുത്തു. നെറ്റിയുടെ ഭാഗമാണ് ചെയ്തത്. യെല്ലോ ഓക്കറും ഇതാണ് കളർ. ഇനി ഇതിൽ ഉടനെ ബ്രഷ് വെള്ളത്തിൽ മുക്കി നമ്മളതിനെ ഒന്ന് നല്ലപോലെ ലയിപ്പിക്കും. നല്ലപോലെ ലയിപ്പിക്കുന്നു. ഓഫ് ചെയ്ത് ഒരു സെക്കൻഡേ. ഓക്കെ, സോറി, ഒരു പ്രധാനപ്പെട്ട ഭാഗം ചെയ്തപ്പോഴാണ്. ഇതിൽ നമുക്ക് കളർ മനസ്സിലായല്ലോ. യെല്ലോ ഓക്കറും ബ്രൗണും കൂടെ മിക്സ് ചെയ്ത കളറാണ് അത്. വളരെ നമ്മളിത് വെള്ളം ചേർത്ത് വളരെ ലൈറ്റായിട്ടാണ് കേട്ടോ. വളരെ ലൈറ്റ് ഒരു ഷെയ്ഡേ വരലുണ്ടോ. നമ്മളിനി അടുത്ത് ഇതേ കളർ തന്നെ ജസ്റ്റ് ഒന്ന് വെച്ച് ചെറിയ കുത്ത് നമ്മൾ ആ ചെയ്തെടുത്താണ്. വൈറ്റ് ഏരിയയിലല്ലേ ഇപ്പോൾ എവിടെയാണോ ഷെയ്ഡ് കൊടുത്ത് ആ ഭാഗത്ത് തന്നെ ചെറിയൊരു കുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ബ്രഷ് വെള്ളത്തിൽ മുക്കി നനച്ചതിന് ശേഷമാണ്. അപ്പോൾ ഒട്ടും കളർ അതിനകത്ത് കാണത്തില്ല. പക്ഷെ നമ്മളിവിടെ വച്ചൊരു കളർ വെച്ചിട്ടാണ് ഈ ഒരു കുത്ത് കൊടുക്കുന്നത്. ഭയങ്കര ലൈറ്റാണ്, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. വളരെ ലൈറ്റായിട്ടുള്ളൊരു കളറാണ്. ഇതിൽ കുറച്ച് ഡാർക്കാണെങ്കിൽ തോന്നുകയാണെങ്കിൽ വീണ്ടും ബ്രഷ് വെള്ളത്തിൽ മുക്കി അതൊന്ന് ലൈറ്റും ചെയ്തോളണം കേട്ടോ. കളർ ഒരുപാട് നമുക്കൊരു ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ട്. വളരെ ലൈറ്റ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 1-2 സ്റ്റെപ്സ് ചെയ്ത് 3 സ്റ്റെപ്സൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് അവിടെ ഒരു കളർ വച്ചിട്ടുണ്ടെന്നുള്ള കാണുന്നവർക്ക് തോന്നാൻ പറ്റത്തുള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ അവിടെ ഇട്ട് എന്തിനാണ് കുത്തുന്നതെന്ന് തോന്നും, കാരണം വളരെ ലൈറ്റാണ് കളർ. അപ്പോൾ അത്രയും ലൈറ്റായിട്ടാണ് വേണം നമ്മൾ കളർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു കുത്ത് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ താഴോട്ടാണ് നമ്മൾ ആ കളർ കൊടുക്കുന്നത്. വെള്ളം ചേർത്തൊരു കളറാണ് കേട്ടോ. കണ്ണിൻ്റെ താഴെ ഞാൻ കുറച്ചൊന്ന് ഡാർക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് വരച്ചത്. അത്രയും ഡാർക്ക് ആക്കണ്ട. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റൻ ചെയ്ത് വേണം ചെയ്യാൻ. ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് വരച്ചത്. ഉടനെ തന്നെ ബ്രഷ് വെള്ളത്തിൽ മുക്കി അതൊന്ന് ലയിച്ചെടുക്കുന്നത്. കുറച്ച് ഡാർക്ക് ആയതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് പെട്ടെന്ന് എടുത്തത്. അതിനെ ഒന്ന് ലയിപ്പിച്ചിട്ടെടുക്കുകയാണ്. അത് ഒട്ടും അറിയാത്ത രീതിയിൽ അങ്ങനെ ഒരു വര നമ്മളവിടെ ഇട്ടിട്ടുണ്ടെന്ന് ആരും അറിയത് കണ്ടോ. ചെറുതായിട്ടൊന്ന് ലയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കി അവിടെ ഒന്ന് ഡാർക്കൻ ചെയ്തെടുക്കുകയാണ്. ആ വര ഞാൻ അത്രയും ഡാർക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇട്ട് തന്നതാണ്.
അത്രയും ഡാർക്കായിട്ട് നിങ്ങൾ ഇടുമ്പോൾ അത്രയും ഇടേണ്ട, വെള്ളം ചേർത്ത കളറാണ്. അപ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് തന്നെ ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് ഫാസ്റ്റായിട്ട് ഇടാൻ പറ്റില്ലെങ്കിൽ ഒരു സൈഡ് ഇടുക കളർ, ഒരു സൈഡ് വെള്ളം വയ്ക്കുക. ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കേട്ടോ, ഒരു സൈഡ് ഇടുക. ഈ മൂക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. മൂക്കിൽ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ഇവിടെ ഒരു വി പോലെ ഉണ്ട്, ഉണ്ടോ, ഇങ്ങനെ ഒരു വി പോലെ ഉണ്ട്. ഈ ഐബ്രോസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ കേട്ടോ, വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള 2 ലൈൻസുകളാണ് നമ്മൾ ക്രൈസ്റ്റിൻ്റെ മൂക്കിന് കൊടുക്കുന്നത് കേട്ടോ. ക്രൈസ്റ്റിൻ്റെ മൂക്കിന് കൊടുക്കുന്നത് നമുക്കത് ചെയ്തതിന് ശേഷം അതിൻ്റെ ഭംഗി കൂട്ടിയെടുക്കാം. ചിരിയൊക്കെ കൊണ്ടുവരണം, അത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കൊടുക്കാൻ മാറ്റി നമുക്ക് ഈ ഒരു ഔട്ടറിലായിട്ട് കൊടുക്കാം. ഇവിടെ ചെവി കാണിച്ചിട്ടുണ്ടെങ്കിൽ ചെവിയിലും കൂടെ ചെറുതായിട്ട് ചെവി കാണിക്കണം. ഇവിടെ കുറച്ച് കളറായിപ്പോയി, അവിടെ ഞാൻ വൈറ്റ് വെച്ചെടുക്കാം. പിന്നെ ഈ മീശയുടെ ഇവിടെ കേട്ടോ, ഈ ഒരു ഭാഗം തൊട്ട് ഇവിടം വരെ ഔട്ടർ കൊടുത്തിട്ടുണ്ട്. ഇനി അത് വെള്ളം വെച്ച് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ വളരെ ലൈറ്റ്, ഞാൻ പറഞ്ഞു നമ്മളുടെ ഷെയ്ഡിട്ടത് നമ്മൾ മാത്രം അറിഞ്ഞാൽ വേറെ പടം കാണുന്നവരറിയണ്ട, ആ രീതിയിൽ അത്രയും ലൈറ്റ് ആക്കണം. അപ്പോൾ നമുക്കത് കളർ ഡാർക്കായി പോയെങ്കിൽ എന്ത് ചെയ്യണം, വെള്ളം ചേർത്ത്. അപ്പോൾ നമുക്ക് കറക്ഷൻസൊക്കെ ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ എളുപ്പം ഇതാണ് കേട്ടോ. നമ്മൾ വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ്സ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരിത്. അത് ഷെയ്ഡ് കൊടുത്തെടുത്തിട്ട് വേണം നമുക്ക് പിന്നീട് ഡോട്ടിലൂടെ അതിന് ഡാർക്കാക്കി എവിടെയൊക്കെയാണ് ഷെയ്ഡ് യോജിക്കണമെന്ന് നോക്കി ഡാർക്കാക്കി. ഇവിടെയൊക്കെ എനിക്ക് ഇച്ചിരി ഡാർക്കായി, ഇപ്പോൾ ഞാൻ വീണ്ടും വെള്ളം വെച്ചാണ് കുത്തു കൊടുക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം അത് ഡാർക്കായിട്ട് തോന്നുകയാണെങ്കിൽ രണ്ടാമത് ഞാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, വെള്ളം വെച്ചതും കുത്തിയെടുക്കും. ഇപ്പോൾ വെള്ളമാണ് എടുക്കുന്നത്, അപ്പം അവിടുത്തെ ആ ഡാർക്ക് ഷെയ്ഡങ്ങ് മാറിക്കിട്ടും. ഞാൻ ഒരു ഫേസ് ഒരു ദിവസം തന്നെ ക്ലാസ് എടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്ത് ഫേസ് വേറെ ഒരു ഭാഗങ്ങളും ചെയ്തില്ലെങ്കിൽ എല്ലാവരുടെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് ഏൽപ്പിച്ചത് എനിക്കറിയാം, ഒട്ടും ചെയ്യാത്തവരും ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ എല്ലാവരുടെയും ഫേസ്, തലമുടി, ഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യുക. നമ്മളിതിപ്പോൾ ഈ ആഴ്ച തന്നെ 2 ദിവസത്തിനുള്ളിൽ ബ്ലാക്ക് എഴുതുമ്പോൾ കൂടെയൊക്കെ എഴുതി കഴിഞ്ഞാൽ തലമുടിയൊക്കെ നമ്മൾ സാധാരണയാണെങ്കിൽ ബ്ലാക്ക് ഒന്ന് ഫില്ല് ചെയ്ത് പോയാൽ മതി മിററിൽ. പക്ഷേ ഇതെല്ലാം ഓരോരുത്തരുടെയും ഓരോ ടൈപ്പ് ഓഫ് ഹെയർ ആണ്. അപ്പോൾ കൂടെ എഴുതിയാലേ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കൂടെ എഴുതിയാലും പിന്നെ ഒരുപാട് കളറുകളൊക്കെ വരുന്നുണ്ട്, എങ്ങോട്ടാണ് അതിൻ്റെ ഷെയ്ഡ് പോകണമെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. ബ്ലാക്ക് എഴുതാൻ തന്നെ നമുക്കിതിനകത്ത് 2 ക്ലാസ് എങ്കിലും നമുക്ക് ഫിഗറിന് മാത്രം എടുക്കും. ഹെയർ, ഡ്രസ്സുകൾ, നമ്മളിതിനകത്ത് ഒരുപാട് ഓർണമെൻറ്റ്സിൻ്റെ ഷെയ്ഡ്സൊന്നും അല്ലല്ലോ, ഡ്രസ്സിലൊക്കെ വരുത്തുന്ന ഷെയ്ഡല്ലേ. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും ഈ ഫിഗറുകൾ അത്രയെങ്കിലും കുറച്ച് രാവിലെയൊക്കെ മെനക്കെട്ടിരുന്ന് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കി ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ഉള്ളത് കൊണ്ട് വീഡിയോയും കൂടെ ഉള്ളതുകൊണ്ട് പിന്നീട് സമയം കിട്ടും പോലെ കംപ്ലീറ്റ് ചെയ്താൽ മതി. പക്ഷെ ക്രൈസ്റ്റ് ഉൾപ്പെടുന്ന ഫിഗറുകൾ കേട്ടോ.
നമുക്ക് ഇതിനകത്ത് വലുതായിട്ട് ഷെയ്ഡൊന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഫേസിൽ ഷെയ്ഡ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാകുന്നത്. വളരെ ലൈറ്റായിട്ടാണ് ഞാൻ അതിനകത്ത് ഷെയ്ഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടോ മാം? റെക്കോർഡിങ് ഇട്ടിട്ടുണ്ട്. ഫേസ് ആയതുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്. റെക്കോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഷാന ആയോ? പരീക്ഷയൊക്കെ നടക്കുകയാണ്, ടീച്ചറിന് അറിയാം. ഇത് കഴിഞ്ഞ ടീച്ചറിനെ ഒന്ന് വിളിക്കുക കേട്ടോ ഇഷാന. നമ്മൾ കറക്റ്റ് ഷെയ്ഡിങ് അല്ലെങ്കിൽ നമുക്ക് എന്തുവാണെന്ന് അറിയാമോ? നമ്മൾ ഈ കഴുത്തിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഷെയ്ഡിട്ട് പോയില്ലെങ്കിൽ വേറൊരു ഫീലാണ് വരുന്നത് കേട്ടോ. സോറി, ഇവിടെ കയ്യിൽ കൊടുക്കാൻ ബ്ലൂ കൊടുക്കാൻ വിട്ടുപോയേ. ഞാൻ അവിടെ കൊടുത്തോളാം. ഇവിടെ കുറച്ചുകൂടെ വൈറ്റ് വെച്ച് ശരിയാക്കണം. കാണാൻ പറ്റുന്നുണ്ടോ? കയ്യിന് ഔട്ടർ എന്ന കളർ വെച്ചാ കൊടുത്താക്കണേ? മ്യൂറൽ റെഡ് യെല്ലോ ആയാലും മതി കേട്ടോ. മ്യൂറൽ റെഡ് തന്നെ വേണതിൽ യെല്ലോ ആയാലും മതി. നിങ്ങൾക്ക് കാണാൻ വേണ്ടി അന്നേ മ്യൂറൽ റെഡ് വെച്ച് ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി യെല്ലോ വെച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അത് മതി. ഇപ്പൊ വരയ്ക്കുന്ന ഹാൻഡ് മാറ്റി വരച്ചോ? മാറ്റി വരച്ച് മറ്റതിൽ കൈ വന്ന് വിരൽ തിരിഞ്ഞു പോയി. പിന്നെ അത് കറക്റ്റ് ചെയ്തപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഈ രീതിയിലോട്ടാക്കി മാറ്റി വരയ്ക്കാൻ കേട്ടോ. ഇതിനകത്ത് പലരും പല തരത്തിൽ വരച്ചിട്ടുണ്ട്. ആവശ്യപ്പെട്ടവർക്ക് ഞാൻ അതിൻ്റേതായിട്ടുള്ള കൈയുടെ പിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എല്ലാവരും എനിക്ക് ഇത് ബോബി മാമിൻ്റെ ഇട്ട് നല്ല രസമുണ്ട് അത് കൈ വരച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ച് പേര്, 1-2 പേരൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ട് കൈ വരയ്ക്കുന്നത് വേറെ ഏതെങ്കിലും രീതിയിൽ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ റെഫറൻസ് പിക്ക് ഇട്ട് തരാം കേട്ടോ. മേരിക്കുട്ടി ചേച്ചി ഉണ്ടോ ഇന്ന് ക്ലാസ്സിൽ? മേരിക്കുട്ടി ചേച്ചിയും പിക്ചർ ഇട്ടോ, അതും കുഴപ്പമില്ല. കാലിലും കൂടി ഇതേ കളർ വരെ, കാലിലും കൂടി ഞാൻ
കാലിന്റെ ഉള്ളിലുള്ള ഭാഗം ലൈറ്റ് പിങ്ക് ഇട്ടിട്ടുണ്ടോ അതോ അത് വൈറ്റ് ആണോ? ലൈറ്റ് പിങ്ക് ഇട്ടിട്ടുണ്ട്. ലൈറ്റ് പിങ്ക്. ഓക്കെ. അതെല്ലാത്തിനും ഇടും കേട്ടോ, നമ്മളെല്ലാത്തിനും ഇടും. ഞാനത് നേരത്തെ മറ്റ് എന്താണ് ശിഷ്യന്മാരുടെ കാലൊക്കെ ചെയ്ത കൂട്ടത്തിൽ പിങ്ക് അങ്ങ് ഇട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് വലുതായിട്ട് ഇട്ട് കാണിക്കുന്നത്. ഓക്കെ. ആ വിരലിന്റെ ഇടയിലൊക്കെ എന്ന കളറിലെ വെച്ചത്? അത് മ്യൂറലാണോ വെച്ചേക്കണേ? പിങ്കാണ്, പിങ്ക്. മ്യൂറൽ. ഞാൻ ഇതിനൊക്കെ ഫിഗറിൻ്റെ ഔട്ട്ലൈൻ വരച്ചത് ക്രൈസ്റ്റിൻ്റെയൊക്കെ മ്യൂറൽ റെഡാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വരച്ചതാണ്. നല്ല ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യെല്ലോ ഇട്ട് വരച്ചാൽ മതി കേട്ടോ. ഓക്കെ മാം. നമുക്ക് ഇത് ഫസ്റ്റ് കോട്ടാണ് ക്രൈസ്റ്റിൻ്റെ ഫേസിലൊക്കെ ചെയ്തത് കേട്ടോ. നല്ലതായിട്ട് ഉണങ്ങിയാൽ മാത്രമേ നമുക്ക് സെക്കൻഡ് കോട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കോട്ട് മാത്രമാണ്. ഞാൻ ഡ്രസ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിത് ഓൾറെഡി ബ്ലാക്കൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്രിംസൺ റെഡ് ഒരു 3 ഡ്രോപ്പ് എടുക്കുമ്പം ഒരു വളരെ കുറച്ച് അളവിൽ ബ്ലാക്ക് കൂടെ അതിനകത്ത് ചേർന്ന് ഒരു മെറൂൺ വരാനായിട്ട്. ക്രിംസൺ റെഡ് എടുക്കുമ്പം ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ട് ബ്ലാക്കിലൊന്ന് ടച്ച് ചെയ്താൽ മതി കേട്ടോ. ആ ഒരു ഡ്രസ്സിൻ്റെ ഫോൾഡിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ആക്കി വരാനാണ്. നമ്മൾ ക്രിംസൺ റെഡ് ഒരുപാട് വെള്ളം ചേർത്തിട്ടല്ല, ഒരു ഡ്രോപ്പ് കളറിന് ഒരു ഡ്രോപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ്. ഒന്നിന് ഒരു ലിക്വിഡ് രൂപത്തിലല്ല, ഭയങ്കര ലിക്വിഡായിട്ടുള്ള രൂപത്തിലല്ല, അല്ല ഒരു വാട്ടറിഷ് അല്ല, കുറച്ചൊന്ന് ലിക്വിഡായിട്ട് വരത്തക്ക വിധത്തിലാണ് വേണ്ടത്. ഇത് ക്രിംസൺ റെഡ് ഒരു 3 ഡ്രോപ്പൊക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ബ്ലാക്കിൽ ടച്ച് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയാണ് ഒന്ന് ബ്ലാക്ക് എടുത്തിട്ടുള്ളത്. ആ റെഡിനെ ഒന്ന് കുറച്ചൊന്ന് ഡാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. നമുക്കറിയാം ക്രിംസൺ റെഡിൻ്റെ കൂടെ ബ്ലാക്ക് വരുമ്പം തൊട്ടാൽ മതി ഭയങ്കര ഡാർക്കായി പോവും. ഒരു മെറൂൺ ആവാനായിട്ടാണ് കേട്ടോ. കളറ് ജസ്റ്റ് ഞാൻ പാലറ്റിലാണ് മിക്സ് ചെയ്തത്. ഇതിവിടെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. നമുക്ക് ഈ ഒരു കളറിൽ എൻ്റെ പാലറ്റ് കൊണ്ട് പേടിക്കണ്ട, പാലറ്റ് പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ അത്രയും ഡാർക്കായിട്ടാണ് നമ്മുടെ ഒരു മെറൂണാണ്, ഒരു കട്ട റെഡെന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലത്തെ ഒരു കളറാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളൊരു ബ്ലാക്ക് ഔട്ട്ലൈൻ വരയ്ക്കുന്നതിന് പകരമായിട്ട് ഇതിനകത്ത് കൊടുക്കുന്നതാണ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? പിക്ചറും ക്ലിയർ അല്ല. നെറ്റ് ഇഷ്യൂസ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ വൈഫൈ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അത് ഞാൻ വോയിസിൽ ഇടാം. ഇത് നമ്മൾ ആ ഷോളിൻ്റെ ഔട്ടറാണ് ആ കളർ കൊടുത്തത് കേട്ടോ. ഷോളിൻ്റെ ഔട്ടറായിട്ടാണ് നമ്മൾ ഈ കളർ കൊടുക്കുന്നത്. ഷോളിൽ കുറേ ഇങ്ങനെ ഫോൾഡേഴ്സൊക്കെ നമ്മൾ കൊടുക്കുന്നില്ലേ, ചെറിയ ചെറിയ വരകൾ കൊടുത്തിരിക്കുന്നില്ലേ, ആ വരകളെല്ലാമാണ് ഞാൻ ഇവിടെ ഒന്ന് ഡാർക്കൻ ചെയ്തെടുത്തത് കേട്ടോ. കാണാൻ പാടായിരിക്കും. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയണ കേൾക്കുന്നില്ല, വോയിസ് ബ്രേക്ക് ആവാ.
ഇപ്പം പറയണ കേക്കാവോ? കേൾക്കാം. ഒരു മിനിറ്റ്, ഞാൻ വേറൊരു ഫോണിൽ നിന്ന് ഇപ്പം കയറാം കേട്ടോ, അത് ഒട്ടും ക്ലിയർ അല്ല. കാണാവോ ഇപ്പം ക്ലിയർ ആയിട്ട്?